നിങ്ങൾക്ക് എന്തോ ആവാ. അങ്ങനത്തെ ഒരു കാലം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. എല്ലാ മശായിഖന്മാരെയും നിങ്ങളിങ്ങനെ കുതിര കയറുക. മശായിഖന്മാർ അഹിൽ അതൊക്കെ കണ്ടും കേട്ടും സഹിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരും. എത്ര മശായിഖന്മാർ അഹില് നിങ്ങളെ കൊണ്ട് കണ്ണുനീര് കുടിച്ചിട്ടുണ്ട്. നിങ്ങൾ കരുതി എല്ലാ കാലത്തും നിങ്ങൾക്ക് ഇങ്ങനെ സ്വൈരവിഹാരം നടത്താന്ന്. കാലം മാറി, കാലം മാറി. കാലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ന് കേമന്മാരാണ്. അവര് കൈകാര്യം തുടങ്ങി, അവരിറങ്ങി കൈകാര്യം തുടങ്ങിയപ്പോഴോ നിങ്ങൾക്ക് പരിക്ക് പറ്റാൻ തുടങ്ങി. നിങ്ങളെ ഇറച്ചിമ തൊടല് തുടങ്ങി, നിങ്ങൾക്ക് മേത്ത് കെട്ടൽ തുടങ്ങി ആദർശപരമായിട്ട്, അല്ലേ? പിന്നെ നിങ്ങൾക്ക് പിടിച്ചിക്കാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ നിങ്ങളൊരു മുങ്കർ നക്കീറും മശായിഖന്മാർ അഹിലൊക്കെ ഒരു മയ്യത്തും കബറാളികളും, അല്ലേ? അങ്ങനെയായിരുന്നു നിങ്ങളെ കണക്കൂട്ടല്. ഇനി അതൊന്നും മാറി, ഇപ്പൊ ഒന്നും മാറി. ഇപ്പൊ നേരെ തിരിച്ചാ. ഇപ്പോ മശായിഖന്മാരഹില് ഞങ്ങളൊന്ന് മുങ്കർ നക്കീറുമായി. അപ്പൊ നിങ്ങൾക്ക് അടുപ്പും കല്ലാന്ന് പറഞ്ഞിട്ട് സഹിക്കണില്ല. ഇപ്പൊ ഞങ്ങളെ അടുപ്പിലിട്ടിട്ട് നിങ്ങളെ നന്നായി വേവിക്കുക. നിങ്ങൾ അവിടെ കിടന്ന് വെന്തുരുകി. ഇപ്പൊ നിങ്ങള് കബറാളികളാ, ഇപ്പൊ നിങ്ങള് കബറാളികളാ. മിണ്ടാൻ പറ്റണില്ലല്ലോ. ഇപ്പൊ എന്താ നിങ്ങളെ LCD ഇല്ലേ? ഏതൊക്കെ മശായിഖന്മാരെടുത്തേക്കാടോ നിങ്ങൾ LCDയും കുന്തവും കൊടച്ചക്രൊക്കെ ആയിട്ട് പോയിരുന്നത്? ഇപ്പൊ എന്താ നിങ്ങൾക്ക് LCD ഇല്ലേ? ഇപ്പൊ എന്താ നിങ്ങൾക്ക് പ്രൊജക്ടർ വാടക കിട്ടണില്ലേ? വാടക പൈസ ഞങ്ങൾ തരാം, ഒന്ന് വെക്കും പരിപാടി. ആൺകുട്ടികളാണെങ്കിൽ നിങ്ങളെ ഖിയാമത്തായിരിക്കും. നിങ്ങൾക്ക് അറിയത് വരവും ചെലവും നോക്കി എത്തൂലെന്ന്. കാരണം എന്താ? ഇത് അങ്ങനത്തെ സുഖത്തിൽ ഇങ്ങക്കണ്ട് പോകാൻ പറ്റൂല. സൂഫിയാക്കള് എന്ന് പറഞ്ഞാൽ, മശായിഖന്മാര് എന്ന് പറഞ്ഞാൽ, ഔലിയാക്കള് എന്ന് പറഞ്ഞാൽ ഒക്കെ ഇങ്ങണ്ട് കേൾക്കുക, അങ്ങണ്ട് ഒന്നും പറയാൻ പാടില്ല. ആ കാലം കഴിഞ്ഞിരിക്കുന്നു കാന്തപുരം ഗുണ്ടകളെ. ഇനി നിങ്ങളെ ഞങ്ങൾ കേരളീയ സമൂഹത്തിൽ ജനകീയ കോടതിയിൽ ജനകീയ വിചാരണക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന സമയ. ഇപ്പൊ നിങ്ങൾക്ക് നിക്കക്കള്ളില്ല അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് പിടിച്ചിക്കാൻ കഴിയണില്ല അല്ലേ? ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ വരകുക. കണ്ടില്ലേ ഞങ്ങളെ നേതാക്കന്മാരെ പറയുമ്പോ നിങ്ങക്ക് വിഷമുണ്ടല്ലേ? ഞങ്ങളെ മശായിഖന്മാരെ പറ്റി നിങ്ങൾ പറഞ്ഞത്. ഞങ്ങളെ മാന്യമായിട്ട് മിണ്ടാതെ കുറെ ഇരുന്നു. കാരണം നിങ്ങൾ ഭയങ്കര സംഭവല്ലേ. നിങ്ങൾ കരുതിയ നിങ്ങളെ ഗുണ്ടായിസം പഠിച്ചിട്ട് ഞങ്ങൾ മിണ്ടാതിരുന്നതെന്നാ? നിങ്ങളെ സംഘടനാ സെറ്റപ്പ് വെച്ച് കണ്ടിട്ട് ഞങ്ങൾ മിണ്ടാതിരുന്നതെന്നാ? അല്ല, ഞങ്ങളെ മശായിഖന്മാര് ഞങ്ങളോട് ശക്തമായിട്ട് പറഞ്ഞു, എന്ത്? മിണ്ടരുത്. ഇപ്പോഴും ഞങ്ങൾക്ക് ഫുൾ സമ്മതം കിട്ടിയിട്ടില്ല, അരസമ്മതം കിട്ടിയിട്ടുള്ളൂ. ഫുള്ളെങ്ങാനം കിട്ടിയ നിങ്ങളെ ശവപ്പെട്ടിയുടെ അവസാനത്താണ് ഞങ്ങൾ അടിച്ചിരിക്കും. ഞങ്ങൾക്കെങ്ങാനും ഫുൾ സമ്മതം കിട്ടിയ നിങ്ങളെ കട്ടക്കാലം കണ്ടോരില്ല.